2025 നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിൽ നിങ്ങൾ ദുബായ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ഇത് സാധ്യമാക്കാം, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്തറിയാം. ലോകത്തുള്ള ഒരുപാട് കൺട്രീസ് ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചൈനയൊക്കെ നമുക്ക് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് എന്തുകൊണ്ട് ആളുകൾ ദുബായ് ചൂസ് ചെയ്യണം? സത്യത്തിൽ ദുബായ് ലോക രാജ്യങ്ങളുടെ ഒരു ബിസിനസ് ഹബ്ബാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം, ഇത്ര ഈസിയായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി ലോകത്തിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. മറ്റുള്ള ഏത് രാജ്യത്തും നടത്താൻ പറ്റുന്നതിനേക്കാൾ സുതാര്യമായ രൂപത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ലീഗൽ സപ്പോർട്ട് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമിതമായ ടാക്സ് വലിയൊരു പ്രശ്നമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനേക്കാളെല്ലാം ഉപരി ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവരുടെ ഫയൽ റൂമുകളിൽ മാസങ്ങളോളം ചുവന്ന നൂലുകളിൽ കെട്ടിക്കിടക്കുന്ന ഡോക്യുമെൻറ്റുകൾ വളരെ പെട്ടെന്നൊന്നും മറ്റ് രാജ്യങ്ങളിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദുബായിൽ വളരെ ഈസിയായി എല്ലാ ലീഗൽ വശങ്ങളും തീർത്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. മറ്റൊന്ന്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ദൂരം പോലും ദുബായിലേക്ക് വരാനില്ല. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് വരാം, അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്താം. അതൊക്കെ ഓരോ സംരംഭകരെ സംബന്ധിച്ചിടത്തോളവും വളരെ അഡ്വാൻറ്റേജായ ഒരുപാട് സാധ്യതകൾ, ഒരു ബിസിനസ് ദുബായിൽ തുടങ്ങുന്നതിന് ഒരുപാട് സാധ്യതകൾ തരുന്നൊരു സംഭവമാണ്. എന്താണ് ദുബായിയുടെ ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എക്കണോമിക് ട്രെൻഡ് എന്നൊക്കെ പറയുന്നത്? നമ്മളിപ്പോൾ ദുബായിൽ ഒരുപാട് കാലമായി ഈ ബിസിനസ് മേഖലയിൽ കൺസൾട്ടൻ്റായി ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ദുബായിൽ ഒരു പ്രത്യേക ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് അങ്ങനെ പറയാൻ പ്രയാസമാണ്. നമ്മളിപ്പോൾ എത്രയോ വർഷങ്ങളായി, 10-18 വർഷമായി ഈ മേഖലയിൽ നിരവധി ബിസിനസ്സുകാർക്ക് കൺസൾട്ട് ചെയ്യുകയും അതിന് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ഒരു പ്രത്യേക ഓപ്പർച്യൂണിറ്റി ഇന്ന ബിസിനസ് നിങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം ദുബായിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്, നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു നിലമാണ് ദുബായ്. പക്ഷേ എവറിത്തിങ് ഈസ് പോസിബിൾ. പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പറയാം. റിയൽ എസ്റ്റേറ്റ് വളരെ ബൂമിങ്ങിൽ നിൽക്കുന്ന, നിങ്ങളൊരു ലാൻഡ് ഇവിടെ എടുത്താൽ, ഒരു പ്രോപ്പർട്ടി ഇവിടെ എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വീടോ എടുത്താൽ തൊട്ടടുത്ത വർഷത്തേക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി ലാഭത്തിന് വിൽക്കാൻ പറ്റുന്ന അത്ര സാധ്യതകൾ ഉള്ളൊരു സമയമാണിത്. അതോടൊപ്പം പിന്നെ ലോജിസ്റ്റിക്, ഹെൽത്ത് കെയർ, ഗോൾഡ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ദുബായിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഇപ്പോൾ ദുബായിൽ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആള് എന്ത് ടൈപ്പ് ഓഫ് ലൈസൻസ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ദുബായ് മെയിൻലാൻഡിൽ നിങ്ങൾ ഒരു ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസർ വെച്ചുകൊണ്ട് ഒരു ഏജന്റ് എന്ന് പറയും, ഏജന്റാക്കി നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുക്കാം. അതിന് കുറച്ചുകൂടി ബഡ്ജറ്റ് കുറവാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് LLC 100% നിങ്ങളുടെ പേരിൽ തന്നെ, അത് ദുബായ് ഗവൺമെൻറ് തന്ന ഒരു വലിയ സൗകര്യമാണ്. മുമ്പൊക്കെ ലോക്കൽ ഇല്ലാതൊരു ലൈസൻസ് തുടങ്ങാൻ പറ്റില്ലായിരുന്നു. 100% നിങ്ങളുടെ പേരിൽ തന്നെ ദുബായ് മെയിൻലാൻഡിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ സോണിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ദുബായിൽ മാത്രമല്ല, മറ്റുള്ള എമിറേറ്റ്സിൽ, ഷാർജ, അജ്മാൻ അടക്കമുള്ള എല്ലാ എമിറേറ്റ്സിലും ഫ്രീ സോണുകളുണ്ട്. ആ ഫ്രീ സോണിൽ നമുക്ക് അനുയോജ്യമായ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ആ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിങ് ഒക്കെ അനുസരിച്ച് ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തും നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഏകദേശം എത്ര ചിലവ് വരും ഇതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്? നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ ആശ്രയിച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ ബഡ്ജറ്റ് കുറഞ്ഞ ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ കയ്യിൽ വലിയൊരു ബഡ്ജറ്റൊന്നുമില്ല, ചെറിയ രൂപത്തിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് അറൗണ്ട് ഒരു 4,888 വളരെ ചെറിയ എമൗണ്ടിന് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുമുതൽ അങ്ങോട്ട് ദുബായിലുള്ള ഓരോ ഇൻഡസ്ട്രികളും കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രൂപത്തിലൊരു ബിസിനസ് തുടങ്ങും. ഇപ്പോൾ ജനറൽ ട്രേഡിങ് ദുബായിൽ തുടങ്ങുകയാണെങ്കിൽ 30,000 എബോവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്ലാനിങ്ങിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ലൈസൻസിൻ്റെയും റേറ്റ് വരുന്നത്. പല ആൾക്കാരും ചില വീഡിയോസൊക്കെ കണ്ട് നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇത്രയുള്ളൂ 5000 ദിർഹംസിന് ലൈസൻസ് കിട്ടുമല്ലോ എന്ന് പറയും. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ദുബായിലൊരു ഫുൾ സ്റ്റെപ്പ് ട്രേഡിംഗ് ആയിരിക്കും. ദുബായിലൊരു ഫുൾ സ്റ്റെപ്പ് ട്രേഡിങ് ദുബായ് മെയിൻലാൻഡിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ എമൗണ്ടിന് നടക്കില്ല. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിനും നമ്മുടെ ബഡ്ജറ്റിനും അനുസരിച്ച് വളരെ ചെറിയ എമൗണ്ടിലൊരു ലൈസൻസ് തുടങ്ങാം.
എനിക്ക് കുറച്ചുകൂടി നന്നായി എക്സ്പാൻഡ് ചെയ്ത് ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് ഒക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചുള്ള ഒരു ലൈസൻസ് അവരെടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ലൈസൻസ് എടുക്കുന്ന ആളിവിടെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിലില്ല. വന്ന് ലൈസൻസ് എടുത്ത് ഉടനെ തന്നെ തിരിച്ചു പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. 1-2 ദിവസം ഇവിടെ നിന്ന് നാട്ടിൽ ബിസിനസ്സുള്ള ആളുകളൊക്കെ ഇവിടെ ലൈസൻസ് എടുക്കുന്നില്ലേ, അവർക്ക് ഇവിടെ പെർമനൻ്റായി നിൽക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ദിവസം കൊണ്ട് ലൈസൻസ് എടുത്തിട്ട് തിരിച്ചു പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരു കടമ്പയല്ല. പക്ഷേ ഇവിടെ തന്നെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലൈസൻസ് എടുത്ത് അവരുടെ വിസ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുക ആവശ്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ സ്വാഭാവികമായും ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം അവർക്ക് ഏത് വിസ എന്നതായിരിക്കും അല്ലേ? ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിസിറ്റിങ്ങിന് വന്ന് ഇവിടെ ലൈസൻസ് എടുത്തിട്ട് പോവാം. അതല്ലെങ്കിൽ ഒരു ലൈസൻസ് എടുത്തതിന് ശേഷം ഇതേ കമ്പനിയിൽ തന്നെ അവർക്ക് പാർട്ട്ണർ വിസ എടുക്കാം, അവർക്ക് എംപ്ലോയ്മെൻറ്റ് വിസ എടുക്കാം, അവർക്ക് സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാനേജറോ മാനേജറൊക്കെ ആയിട്ടുള്ള വിസകൾ എംപ്ലോയ്മെൻറ്റ് വിസ എടുക്കാം. ഗോൾഡൻ വിസ മറ്റൊന്നാണ്. ഗോൾഡൻ വിസ അവരുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവറും കാര്യങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വളരെ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഗോൾഡൻ വിസ എന്നുള്ള ഒരു വിഷയത്തിലേക്ക് പോകുന്നത്. അതല്ല ഞാൻ പറയുന്നത്. നോർമലി അവർക്ക് 2 വർഷത്തേക്കുള്ള വിസ കിട്ടുക എന്നുള്ളത് ഇതേ ലൈസൻസിൽ തന്നെ ഇൻവെസ്റ്റർ വിസ ആയിട്ടും പാർട്ണർ വിസ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ദുബായിൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ പ്രധാനമായിട്ടും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദുബായിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നിയമവശങ്ങളെ പൂർണ്ണമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ്. അപ്പോൾ ഒരു ലൈസൻസ് എടുത്തു, കുറച്ച് എംപ്ലോയീസിന് എടുത്തു, പിന്നെ ഈ ഭാഗം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്തായാലും പ്രശ്നങ്ങളിൽ പെടും. എംപ്ലോയീസിൻ്റെ സാലറീസ്, അവരുടെ എല്ലാ കാര്യങ്ങളും, ഒരു എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേബർ നിയമങ്ങൾ, അതൊക്കെ വളരെ കൃത്യമായി കൊണ്ട് നടക്കുകയും ലൈസൻസ് കറക്റ്റ് സമയത്ത് റിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആൾക്കാർക്ക് പോവാം. അതിന് പകരം അത് ഒരു ശ്രദ്ധയില്ലാതെ, അതിനേറ്റവും ആവശ്യം തഹ്വീൽ പോലെയുള്ള ഏതെങ്കിലും ഒരു എക്സ്പെർട്ടൈസ്, ഒരു ടീമിൻ്റെ സപ്പോർട്ട് കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. എപ്പോഴും നിയമപരമായ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ടീം കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ഓവർകം ചെയ്യാന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ ഒരു കമ്പനീനെ തീർച്ചയായും. സത്യത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങളല്ലാതെ ദുബായിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനെപ്പോഴും ഒരു കൺസൾട്ടന്റിന്റെ ഒരു സഹായം ഉണ്ടാകുന്നത് നല്ലതാണ്. എന്താണ് തഹ്ഫീലിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്? തഹ്ഫീൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. ബിസിനസ് സെറ്റപ്പ് സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ തഹ്ഫീൽ ഹോളിഡേയ്സും ഉണ്ട്. ബിസിനസ് സെറ്റപ്പ് സർവീസ് ഏകദേശം ഒരു 18 വർഷത്തോളമായി ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന, ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന, അവരുടെ ബിസിനസ് തുടങ്ങുമ്പോൾ മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരുടെ സ്റ്റാഫിൻ്റെ വിസകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എല്ലാ പുതിയ അപ്ഡേറ്റുകൾ അറിയിച്ചു കൊടുക്കുക. ആ രൂപത്തിൽ ഒരു കമ്പനിക്ക് ആവശ്യമായ എന്തൊക്കെ സപ്പോർട്ടുകളുണ്ടോ അത് നിർബന്ധമാണ്. ഇങ്ങനെ ഒരു വിദേശ രാജ്യത്ത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥാപനം ആവശ്യമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വർഷങ്ങളായി അവർക്ക് വേണ്ടിയുള്ള, ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് തഹ്ഫീൽ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്.